ദൈവനാമത്തിന് മഹത്വമുണ്ടാക്കുന്നതാകട്ടെ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന കോർണേഴ്സിലേക്ക് കടന്നു വന്ന അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു. വളരെ ഹൃദയസ്പർശിയായിരിക്കുന്ന ഒരു സാക്ഷ്യമായിരുന്നു നാം കേട്ടത്. അവരുടെ മാതാപിതാക്കന്മാർ അവരെ ദൈവ വഴികളിൽ നടത്തുവാൻ ദൈവം അവർക്ക് കൃപ നൽകി. അവർ ആ പാതയിൽ തന്നെ നടന്ന് ദൈവത്തെ സേവിക്കുന്നവരായി തീർന്നുകൊണ്ട് ദൈവം അവരെ വിവിധ മാർഗങ്ങളിൽ കൂടെ അവരെ ഉയർത്തി കൊണ്ടുവന്നു എന്നുള്ളത് നമ്മുടെ മുമ്പാകെ ജീവിക്കുന്ന സാക്ഷിയായിട്ട് അവർ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. നമുക്കും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതായിട്ട് ഇന്ന് വൈകിയ സമയത്ത് ഒരു ധ്യാന ചിന്തയെന്ന നിലയിൽ 84-ാം സങ്കീർത്തനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 84-ാം സങ്കീർത്തനം നമുക്കറിയാം, നാം വായിക്കുന്ന പതിവായി ചിലരൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 84-ാം സങ്കീർത്തനം. ഓരോരുത്തന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തോടുള്ള ബഹുമാനാർത്ഥം ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ചില വാക്കുകളായിട്ടാണ് ഈ സങ്കീർത്തനം കാണുന്നത്. ആരാധനയ്ക്ക് ഉദ്ദീപിപ്പിക്കുന്ന ഹൃദയത്തിൻ്റെ വാഞ്ചയാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ കേൾപ്പിക്കുന്നത്. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ഇത് ഒന്ന് തട്ടിച്ചു നോക്കുന്നത് പ്രയോജനമായിരിക്കും എന്ന് ഞാൻ ഓർക്കുകയാണ്. സങ്കീർത്തനത്തിൽ മുഴുവൻ വായിക്കേണ്ടതാണെങ്കിലും അതിൻ്റെ സമയങ്ങളെ അനുസരിച്ച് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം വായിക്കുന്നത്, സൈന്യങ്ങളെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മകൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവന്റെ ഹൃദയം കൊള്ളുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ സങ്കീർത്തനം വായിച്ചു നോക്കുമ്പോൾ 3 ഭാഗ്യവന്മാരെ കുറിച്ച് വായിക്കുന്നതായി കാണുക. ഒന്നാമത്തെ വായിക്കുന്നത് 4-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ. ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നവരെന്തിനാണ്? ദൈവത്തെ ആരാധിക്കുവാനാണ് കടന്നു വരുന്നത്. പഴയ നിയമകാലത്തുള്ള ആരാധനയ്ക്ക് വരുമ്പോൾ ആ ആരാധന മഹത്വം, ആ ആലയത്തിന്റെ മഹത്വം അവർ ദർശിച്ചിരുന്നു. ഇന്ന് നാം കടന്നു വരുമ്പോൾ ദൈവത്തിനെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ രക്ഷകന്റെ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെയായിരിക്കുമെന്നോട് വായിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത്, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ ഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ഒരു മനോഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ആരാധന മനോഭാവം എത്രമാത്രം ശുഷ്കാന്തി ഉള്ളതാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ കാണുവാൻ, ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ട ആവശ്യമാണ്. ഒരു നിർവികാരമായിരിക്കുന്ന അനുഭവമല്ല ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. നമ്മുടെ ദൈവസന്നിധി നമ്മുടെ ഹൃദയം പകരുവാൻ തക്കവണ്ണം മതിയായ രീതിയിലുള്ള വാഞ്ചയുള്ളവരായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിൽ വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും നമ്മുടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം പ്രേരിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. അതാണ് ഈ സങ്കീർത്തനത്തിലൂടെ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ വാക്യം നാം വായിക്കുന്നത് 5-ാം വാക്യമാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്ന് വായിക്കുന്നു. 3-ാമത്തെ വാക്യം നാം വായിക്കുന്നത് അവസാനത്തെ വാക്യമാണ്, 12-ാം വാക്യമാണ്. സൈന്യങ്ങളെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ദൈവത്തിന്റെ ഭാഗ്യവർദ്ധന എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്കും അത് ഒഴിവാക്കിയില്ല. എന്നാൽ നാം വായിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന, സൈന്യങ്ങളെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. നമ്മളെല്ലാവരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ ഹൃദയഭാരത്തോടുകൂടെ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ
ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു പദവിയാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവം തന്നെ ആശ്രയമായിരിക്കുന്നവർ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമുക്ക് ദൈവത്തോട് ഭക്തി പ്രകടമാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ 3 ഭാഗ്യവർണ്ണതയും ഒന്ന് അല്പമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ നാം വായിച്ചത് ദൈവാലയത്തിൽ വസിക്കുന്നവരുടെ ജീവിതത്തിൽ കാണുന്ന 3 കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് സ്തുതി സ്തോത്രങ്ങളെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയം പ്രേരിപ്പിക്കണം. എന്താണ് പ്രേരിപ്പിക്കേണ്ടത്? നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കലൊരു വീടും വീവിൽ പക്ഷി കുഞ്ഞുങ്ങൾക്കും ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്താണത് കാണിക്കുന്നത്? ബലഹീനമായിരിക്കുന്ന ജീവികളായിരിക്കണം നാം. മനുഷ്യന് ഒരു ശ്വാസമത്രയെന്ന് വായിക്കുന്നു. അവരെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ നിത്യരക്ഷ നൽകി തന്റെ സ്വന്തം രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന ജനമാക്കി തീർത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അനുഭവമാണ് അവർ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സ്തുതിക്കുവാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കാം. ഇന്ന് അനേകർക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മൗനമായിരിക്കുവാനാണ് പ്രേരണ പലർക്കുള്ളത്. എന്തുകൊണ്ടാണ്? ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മളെ വീണ്ടെടുത്ത അവസ്ഥ നാം മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു? നാശകരമായ കുഴിയിലും കുറഞ്ഞ ചേറ്റിലും കിടക്കുന്നവരാണെന്ന് പറയുകയല്ല, അത് അനുഭവമാണ് എന്ന് നമുക്ക് ബോധ്യമാകണം. അത് ബോധ്യമാകുമ്പോഴാണ് കുപ്പയിൽ നിന്നും നമ്മെ ഉയർത്തിയ ഒരു കർത്താവുണ്ട്. അവന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ വായി തുറക്കും. ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ തക്കോണം നമ്മുടെ ഹൃദയം പ്രേരിപ്പിക്കപ്പെടും. അതാണ് ഇവിടെ വായിക്കുന്നത്, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അവിടെ എൻ്റെ 3-ാം വാക്യത്തിന്റെ മധ്യവാക്യം, എന്റെ രാജാവും എന്റെ സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. എന്താണ് യാഗപീഠങ്ങളെ കാണിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തെയാണ് നമ്മെ ആരാധിക്കുവാൻ തക്കോണം പ്രേരിപ്പിക്കുന്ന വിഷയം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പാപത്തിന് പ്രായശ്ചിത്തമായി തീരുന്ന യാഗപീഠത്തിന്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരുമ്പോൾ നാം ദൈവസേനയിൽ കടന്നു വന്ന് നമുക്ക് കർത്താനുഭവങ്ങൾ തികഞ്ഞവരായ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ സ്തുതിസ്തോത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും തന്നെ പൊങ്ങിവരും. ഇതായിരിക്കണം നമ്മുടെ ചിന്ത. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കണം. ദൈവത്തിന്റെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നത് അവിടുത്തെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വമാണ് നമ്മൾ ദർശിക്കേണ്ടത്. നമുക്ക് വേണ്ടി കർത്താനുഭവങ്ങളാൽ തികഞ്ഞവനായ കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യാഗപീഠം, ആ ക്രൂശിനെ ദർശിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശക്തി അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടേണ്ടത് ആവശ്യമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരുവിന് വിശ്വാസമുണ്ടെന്ന് പറയുന്നെങ്കിലും അവന്റെ പ്രവൃത്തി അത് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസക്കാരൻ പറയുന്നത്, എന്റെ ഹൃദയവും എന്റെ മാംസവും ഈ വന്ന ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നമ്മുടെ ശബ്ദം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടണം. നമ്മുടെ ശക്തിയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തറത്തിൽ നിന്നും നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷകനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മുടെ നരകത്തിൽ നിന്നും വിടുവിച്ച കർത്താവിനെ നാം ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ ഉച്ചത്തിൽ പറയുവാൻ നാം പ്രേരിതരായി തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മളെ വീണ്ടെടുത്ത ദൈവം സ്വർഗത്തിൽ നിന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടെടുത്തവൻ എനിക്ക് സ്തുതി പാടുന്നുണ്ടോ? വീണ്ടെടുത്തവൻ മിണ്ടാതിരിക്കുന്നു, നന്ദി പറയുന്നുണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞു, 10 കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നില്ലയോ? അവർ മറ്റവരൊക്കെ, ഒരു ആൾ മാത്രം
കടന്നു വന്നു. ഇന്ത്യൻ പാടിയിലാണ് നന്ദി പറയുവാൻ തക്കൊണ്ട് അറിഞ്ഞത്. അവനോ ക്ഷവരക്കാരൻ, മറ്റുള്ളവരൊക്കെയും യഹൂദന്മാരാണെന്ന് വിചാരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നന്ദി പറയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ടോ? അവിടെ വായിക്കുന്നതിൻ്റെ എൻ്റെ ഹൃദയവും എൻ്റെ രാജാവും എൻ്റെ സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് മരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിപ്പാൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് ചെയ്യുന്ന കുറേ പ്രവൃത്തി എന്താണ്? 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നുണ്ട്. നമ്മുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ സഭാഹോളിൽ തന്നെ എത്ര പ്രാർത്ഥനാ സന്ദർഭങ്ങൾ നമുക്കുണ്ട്. പ്രാർത്ഥിക്കുന്നവർ മാത്രം പ്രാർത്ഥിക്കാറ്. ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, പുതിയ ആരാധനവും കഴിഞ്ഞാൽ പുതിയവും തുടങ്ങുന്നതിന് മുമ്പ് ആരാധനവും ദോശ ചെയ്യുമ്പോൾ ആ മുൻഭാഗത്തിരിക്കുന്ന ആടെയും ഒരാൾ മാത്രമേ 2 ആൾ മാത്രമാണ് പ്രാർത്ഥിക്കുവാനായിട്ട് ബന്ധപ്പെടുകയുള്ളൂ. മറ്റാരെല്ലാവർക്കും ചുമതലയുണ്ട്. എന്നാൽ സമയം കണ്ടെത്തുന്നില്ല, അതിൽ ശ്രദ്ധിക്കുന്നില്ല, പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നാം ഘോഷിക്കുന്നവരും സ്തുതിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ 10 മുതൽ 11 വാക്യങ്ങളിൽ അനുഗ്രഹങ്ങളെ അയവർക്കുന്നവരാണ്. സംശോധനൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യും. ദൈവസേനയിൽ കടന്നു വരുമ്പോഴും നാട് വായിക്കുന്നുണ്ട്, ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ഉത്തമന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമുള്ളവരായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ എത്രമാത്രം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഈ ചിന്തകൾ നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവരാണ്. ദൈവം നമ്മെ സഹായിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമ്പോൾ ദൈവസ്ഥനെ സ്തുതി സ്തോത്രങ്ങളോടുകൂടെ നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നുണ്ട്. നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ 5-ാം വാക്യത്തിൽ നാം വായിച്ചത്? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. എന്തിനുള്ള ബലമാണ്? ബലമെന്ന് പറഞ്ഞാൽ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ബലം അല്ലെങ്കിൽ വിശ്വാസം എത്ര വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടെയാണ് ആ ബലം അല്ലെങ്കിൽ വിശ്വാസം വെളിപ്പെടുത്തേണ്ടത്. പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ്? പ്രതികൂലങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിശ്ചയമായി ദൈവസേനയിൽ എല്ലാവരോടും പറഞ്ഞ് ആവശ്യങ്ങളെ ഉണർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്നവരാണ്. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണ് ആ ചരിത്രം വായിക്കുന്നത്. ഞാൻ വായിക്കുന്നില്ല. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവിടെ ഇതാ അമാലേക്കാർ കടന്നു വന്ന ഇസ്രായേൽ ജനത്തെ അവിടെ യുദ്ധം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതായി കാണുവാൻ കഴിയും. അവിടെ വായിക്കുന്നത് മോശയും അഹ്റോനും ഓരും കൂടി അവിടെ പർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ കൈ ഉയർത്തി യോശുവ അവിടെ യുദ്ധത്തിന് കടന്നുപോയി. ദൈവം അവർക്ക് വലിയ വിടുതൽ നൽകിയതായിട്ട് നാം കാണുന്നു. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ദൈവം അവർക്ക് വിടുതൽ നൽകി. നമ്മുടെ പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ച മോശ നമുക്ക് ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം വരണം. ബലം നിന്നുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയാണ് അത് വെളിപ്പെടുന്നത്.
മറ്റൊരു വാക്ക് നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വാസം മാത്രമല്ല, വിശ്വാസം കഷ്ടങ്ങളിൽ പ്രയാസങ്ങളുടെ മധ്യത്തിലും നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മുടെ ധനം ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്. കഷ്ടങ്ങളില്ലാത്ത മനുഷ്യരാരും തന്നെ ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇപ്പോൾ തന്നെ രോഗത്തിന്റെ വിവരങ്ങൾ നാം കേട്ടു. ദേവിക്ക് പ്രയാസമുണ്ട്, രോഗത്തിന്റെ ലിസ്റ്റ് വായിക്കാൻ ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെയും പല രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവഹിതത്തിന് വേണ്ടി മാത്രമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമുക്കൊരു മാതൃകയാണ്. പൗലോസ് നാം വായിക്കുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, എന്നാൽ ദൈവത്തിന്റെ മറുപടി ലഭിച്ചു, എന്റെ കൃപ നിനക്ക്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി നമ്മുടെ ജീവിതത്തിൽ അത് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. പ്രാർത്ഥന നൽകിയും മാത്രമല്ല, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഈ ദൈവം പൗലോസിന്റെ ദൈവം മാത്രമല്ല, നമ്മുടെ ഈ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള ബലം നമുക്ക് ആവശ്യമാണ്. എന്താണ് അനുസരിക്കുക എന്നുള്ളത്? ദൈവസന്നിധിയിൽ ദൈവകൽപ്പന അനുസരിക്കുവാൻ നാം വിശ്വാസം ആവശ്യമാണ്. എന്താണ് ദൈവകൽപ്പന? ദൈവത്തിന്റെ വചനമാണ് മുഴുവൻ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വിശുദ്ധിയോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ പാപത്തെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം പ്രസാദിപ്പിക്കുന്ന യാഗം കഴിക്കുവാൻ്റെ ഗുണം നാം കടപ്പെട്ടവരാണ്. ശമൂവേൽ പ്രവാചകന്റെ കാലത്ത് ശൗൽ ചെയ്ത ഒരു കാര്യം നമുക്ക് കാണാം. എന്താണ്? ശമൂവേൽ പ്രവാചകൻ കടന്നു വരുന്നതിന് മുമ്പേ ശൗൽ രാജാവ് ഒരു യാഗം അർപ്പിച്ചു, ശത്രുവിൽ നിന്നും ജയിക്കുവാൻ തക്കം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ശമൂവേൽ പറഞ്ഞ വാക്യം 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതാ 1 ശമൂവേൽ 15-22 പറഞ്ഞത്, നമ്മുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും അന്നയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് നൂറ്റാണ്ടുകളുടെ മേളത്തിനേക്കാളും നല്ലത്. പ്രവാചകൻ പറയുകയാണ്, അനുസരിക്കുന്നത് യാഗത്തേക്കാൾ. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവകടമ കൽപ്പന അനുസരിച്ചു എന്ന് വേണം. കൊരിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ ശത്രുമേശയുടെ ബന്ധത്തിൽ കർത്താവിന്റെ ഒരു കൽപ്പനയുണ്ട്. എന്താണ്? എല്ലാ ആഴ്ചയും കടന്നു വന്ന് ആരാധിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോ ആഴ്ചയും കടന്നു വരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്യാം, തന്നെത്താൻ ശോധന ചെയ്യണം. ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ പരിശോധിച്ചുകൊണ്ട് ഹൃദയങ്ങളെ കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം തന്നെ പരിശോധിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആരാധനയിൽ ലഭിക്കേണ്ടതായി കാണിക്കുന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കാതെ നാം കടന്നു പോകും. അതുകൊണ്ട് നാം വായിക്കുന്നത്, തന്നെത്താൻ ശോധന ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ മധ്യത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കടന്നു വരുമെന്ന കാര്യം ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. അതല്ലാതെ അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നത് അല്ല കാര്യം. ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവനും ചൈതന്യമുള്ള വചനം വ്യക്തമായിട്ട് പറയുന്നു, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും പങ്കെടുക്കുവാൻ. ശരീരത്തെ വിവേചിച്ചില്ല എങ്കിൽ അത് ന്യായവിധിക്ക് കാരണമായി. ഇന്ന് അനേകർ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്?
അനേക ദിവസങ്ങളിൽ സ്തോത്രം ചെയ്യാൻ കഴിവില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അനേക ദിവസങ്ങളിൽ കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാൻ കഴിവില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ബലഹീനരായി തീർന്നിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ബലം ലഭിക്കുമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരുന്ന കർത്താവിന്റെ സന്നിധി ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധി പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ശുഷ്കാന്തിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. നമ്മെ ശക്തീകരിക്കുന്ന ദൈവം, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം, നമ്മെ ഉയർത്തുന്ന ദൈവം ഭൗമികമായിരിക്കുന്ന ഉയർച്ചയല്ല, ആത്മീയമായിട്ട് ശക്തിയുള്ളവരായി തീരുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിക്കണം. അതുകൊണ്ട് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ ദൈവത്തിലേക്കുള്ള പെരുവഴികൾ എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തക്കോണം മതിയായിട്ട് ആലോചനകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകും. അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട് നാം വായിക്കുന്നു 12-ാമത്തെ സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ആയിരിക്കണം. നമ്മൾക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, ദൈവത്തിൽ ശരണപ്പെടുന്നവരാണ്. മനുഷ്യ പറഞ്ഞ പോലെ ഭൗമികമായിരിക്കുന്ന പ്രയാസങ്ങൾ അല്ല അനുഗ്രഹങ്ങൾ. എത്ര നാളുണ്ടാവും? നമ്മുടെ ആയുഷിന്റെ നാൾ വരെ ഉണ്ടാകും. അതുവരെ നമുക്ക് ഭൗമികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, അത് ആവശ്യമാണ്. ഭൗമികമായിരിക്കുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് നമ്മെ ഇവിടെ നിന്നും ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പങ്കുവെക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവയിൽ ആശ്രയിച്ച ഒരു വ്യക്തിയാണ് നമുക്കറിയാം ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളൊക്കെയും നാം കാണുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയ ഒരു അനുഭവമാണ് ഗോലിയാത്തിന്റെ മുമ്പിൽ വിജയം വരിച്ച ഒരു അനുഭവം. അതൊരു അനുഭവം മാത്രമാണ്. എന്നാൽ അതിന് മുൻപുള്ള ജീവിതത്തിലും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. അവന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമാണ് ദൈവജനത്തിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ശൗലിനെ ജയിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ശത്രു സൈന്യം ഇസ്രായേൽ ജനം തോറ്റുപോകുമെന്ന് പറയുമ്പോൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നിക്കുന്ന യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറയുവാനുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അവന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അവന്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അവൻ സിംഹത്തെയും കരടിയെയും കൊന്ന ജീവചരിത്രം അവന്റെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ ഈ പാപ സ്വഭാവങ്ങളെ ജയിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഉഗ്രനായ ശത്രുവിനെ ജയിക്കുവാൻ തക്കോണം കഴിവുള്ളവരായി നാം ജീവിക്കുക. അല്ല എങ്കിൽ ആ ഉഗ്രനായിരിക്കുന്ന ശത്രുവിന്റെ മേൽ നാം തോൽവി അടഞ്ഞു. ചെറിയ ശത്രുവിന്റെ മേൽ പാപ സ്വഭാവത്തിന്റെ മേൽ ജീവിതം നയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വലിയ പാപത്തിന്റെ സ്വഭാവത്തിന്റെ മുമ്പിൽ നാം തോറ്റുപോകും. ചെറിയ പ്രവൃത്തികളുടെ മധ്യത്തിൽ നാം തോറ്റുപോയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികളുടെ മുമ്പിലും നാം തോറ്റുപോകും. ദാവീദ് നമുക്ക് നല്ലൊരു മാതൃകയാണ്. അവന്റെ ജീവിതത്തിൽ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അവൻ വിജയിയായിരുന്നു. ആ വിജയമാണ് അവനെ ശൗലിൽ നിന്ന് പറയുന്ന വലിയ ഗോലിയാത്ത്, ശൗലിന്റെ കാലത്ത് വലിയ ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ തക്കോണം അവൻ ശക്തി. കേവലം ഒരു കല്ലല്ല, ദൈവത്തിലുള്ള ആശ്രയത്താൽ ദൈവം അവനോട് കൂടിയിരുന്നു. ആ കല്ലിനെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചത് ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്ന ദൈവത്തെ ഭക്തിയോടെ സേവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. സൈന്യങ്ങളുടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ സൈന്യങ്ങളുടെ യഹോവയെ ഇതിന് മാസം എത്ര മനോഹരം എന്ന് പറഞ്ഞു. ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണം നമ്മുടെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്നതാകട്ടെ. നമ്മുടെ ഹൃദയത്തിലെ
ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന ദൈവം ഇതിനു മുമ്പാകെ നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കോണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം പാപത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്നും വിജയ ജീവിതം നയിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഒരു വിജയ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുന്നു. ആത്മീയമായിരിക്കുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കോണം കഴിവുള്ളവരായിത്തീരുന്നെങ്കിൽ നാം സങ്കീർത്തനത്തിൽ വായിച്ച പോലെ സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്നവൻ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണ ദൈവത്തിൽ നമുക്കത് പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം അവർക്ക്